ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വഴുതനങ്ങ തോരൻ വെച്ചാലോ. നമ്മുടെ ഫ്രഷ് വഴുതനങ്ങയാണ്. ഞാൻ ഒരു 4 വഴുതനങ്ങ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇതുകൂടെ അരിയാൻ വെച്ചിരിക്കുകയാണ്. 3 അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചാൽ കളർ ചേഞ്ച് ആവും. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ ഉടനെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എടുത്താൽ മതി. കളർ ചേഞ്ച് ആവത്തില്ല. പിന്നെ അതിനകത്തൊരു കറയുണ്ട്, അതുകൂടെ അങ്ങ് പോവും. അപ്പോൾ ആ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി ഇതുകൂടെ അരിയണം. ഇത് കാണിക്കാൻ വേണ്ടി എടുത്ത നമ്മുടെ വീട്ടിലെ വഴുതനങ്ങയാണ്. നല്ല സൂപ്പർ വഴുതനങ്ങ. 4 കിട്ടുള്ള 4 എടുത്തു. അപ്പോൾ അത് 3 എടുത്ത് ഇനി 1 കൂടെ അരിയണം. ഓക്കെ. അപ്പോൾ അത് വെള്ളത്തിൽ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം. ഞാൻ സവാളയാണ് എടുത്തത്. സവാള. പിന്നെ എനിക്ക് ആവശ്യമുള്ള പച്ചമുളക്, അത് ഞാൻ 3 എടുത്ത്. നിങ്ങൾക്ക് 4 or 5 ഒക്കെ എടുക്കാം, ഓരോരുത്തർ എരിവനുസരിച്ച്. പിന്നെ കറിവേപ്പില എടുത്തു. പിന്നെ ചിലവർ ഇതിനകത്ത് വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർക്കും. പക്ഷെ ഞാനത് എടുത്തില്ല, അല്ലാതെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ തേങ്ങയും ഒരു അരമുറി തേങ്ങ എടുത്തു. തേങ്ങയും മഞ്ഞളും ഇതിനകത്ത് തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചേരുവകൾ. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളവർക്ക് ഈ ജീരകവും പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ഞാനത് ആഡ് ചെയ്തില്ല. പക്ഷേ ഈ രീതിയിൽ ഇവിടെ വെച്ചപ്പോൾ കഴിക്കാത്തവരുടെ കഴിച്ചു പോകും. അതുപോലെ വഴുതനങ്ങ തോരൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനകത്ത് വഴുതനങ്ങയുടെ ഒരു തീയലും നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, ഫ്രൈ ഇട്ടിട്ടുണ്ട്. അത് കാണാനുള്ളവർ പോയി കാണുക. അപ്പോൾ ഇത് നമ്മൾ തോരൻ വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ വഴുതനയും കൂടെ അരിഞ്ഞു വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ചു. കടുകിട്ടു. പിന്നെ കറിവേപ്പില ഇടുവാണേ. എന്നിട്ട് 2 പച്ചമുളക് ഇടും. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇടാം. പൊട്ടട്ടെ. അപ്പോൾ നമുക്ക് പച്ചമുളക് കൂടി ഇടാം. പിന്നെ നമുക്ക് എന്താ വേണ്ടത് അറിയോ? പച്ചമുളക്, സവാളയും കൂടെ ഇടാം. സവാളയ്ക്ക് വേവുണ്ട്. തക്കാളി നമ്മുടെ ഈ വഴുതനങ്ങയ്ക്ക് ഒട്ടും വേവില്ല. സവാളയ്ക്ക് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കടു പൊട്ടിക്കാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ചായിരുന്നല്ലോ, അതിനകത്തോട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വേണം ഇട്ടേക്കണേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഒരു 1/4 ഭാഗം വാടിയിട്ടുണ്ട്. ഞാൻ മഞ്ഞപ്പൊടി എന്നിവ ആഡ് ചെയ്തിട്ടില്ല. അപ്പം പച്ചമുളക്, കറിവേപ്പില, സവാള എല്ലാം 1/4 ഭാഗം വാടി. ഇനി നമുക്ക് എന്താ പറയുക, വഴുതനങ്ങ ഇടണം. വഴുതനങ്ങയ്ക്കകത്ത് ഒട്ടും വേവില്ല. നമ്മൾ ഈ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കണം. എന്നാലും നമുക്ക് ഇനി ഒരു കറ വരും. അപ്പോൾ നമ്മളത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചേക്കും. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാമേ. ഇപ്പം ഇളക്കി കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ വഴുതനങ്ങയൊക്കെ ഇടയ്ക്കൂടെ ഒന്ന് ഇളക്കി. ഒരു 1/4 ഭാഗമൊക്കെ വെന്ത്, 1/4 ഭാഗമല്ല 1/2 ഭാഗമൊക്കെ വെന്ത്, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇതിനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങി ഇത് വെന്തോളും കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. പെതുക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തേങ്ങ നമ്മൾ ഇട്ടില്ല. തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഒന്ന് മിക്സിക്കകത്ത് ക്രഷ് ചെയ്ത് ചേർക്കാം. ഞാനല്ലാതെ വെച്ചേക്കുവാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തേങ്ങ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വെന്തിട്ട് നമുക്ക് തേങ്ങ ഇട്ടിളക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊത്തി വെച്ചേക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വഴുതനങ്ങ 1/4 ഭാഗവും വെന്ത് കഴിഞ്ഞു കേട്ടോ. പക്ഷേ എന്നാൽ കുഴഞ്ഞിട്ടും ഇല്ല. നല്ലതുപോലെ ഒരു 1/4 ഭാഗം വെന്തു. ഇനി നമുക്ക് ചേർക്കേണ്ട ഐറ്റം കൂടെ ചേർക്കാം. ഈ തേങ്ങ, തിരുമിയ തേങ്ങ, ഇത് വേണമെങ്കിൽ മിക്സിക്കകത്ത് ഒന്ന് ചതച്ച് ചേർക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ ചേർക്കുകയാണ്. ഈ 1/4 ഭാഗം നമുക്ക് വഴുതനങ്ങ വേവുള്ളതോടും ഈ തേങ്ങയും കൂടെ വെന്ത് കറക്റ്റാവും. ഇതൊന്ന് പൊത്തി വെച്ചാൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് പൊത്തി വെക്കാം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു തേങ്ങയും വെന്ത് നമ്മുടെ വഴുതനങ്ങയും വെന്ത്, എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല കണ്ടോ. ഓരോന്ന് തന്നെ നമുക്ക് പറക്കി കൂട്ടാം. അത്രയ്ക്ക് നല്ല കറക്റ്റ് പരുവത്തിന് കിടക്കുകയാണ്. നമ്മൾ വെന്ത് കുഴഞ്ഞിട്ടില്ല. ഒട്ടും വെള്ളം ചേർക്കാതിരുന്നാൽ മതി കേട്ടോ. വഴുതനങ്ങ തോരനാന്ന് പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒട്ടും വെന്ത് കുഴയാതെ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറക്കി കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും വെച്ച് നോക്കണം. ഈ ചതച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ തേങ്ങ. അതിനകത്ത് ചിലപ്പോൾ ജീരകം ചേർക്കുന്നവരുണ്ട്, ഈ വെളുത്തുള്ളി ചേർക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്. ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി തോരനാകുമ്പോഴേ നമുക്ക് നോയമ്പൊക്കെ ഇല്ലേ, അപ്പം ഒരു
എല്ലാവർക്കും ഒരു സന്തോഷവും. ചിലവരും അത് സാമ്പാറിനകത്തും ഈ അവിയലിനകത്തും മാത്രമേ ഈ വഴുതനങ്ങ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനെ തോരനൊക്കെ വെച്ച് നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷവും ഒരു വെറൈറ്റി കൂട്ടാനവും. കറക്റ്റ് വേവായിരിക്കണം, അല്ലെങ്കിൽ കൊള്ളത്തില്ല, വെന്ത് കുഴഞ്ഞു പോയാൽ കൊള്ളത്തില്ല. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.